ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. എൻ്റെ പേര് ഷൈജു. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം, കേരളത്തിലെ LP-UP അധ്യാപകരുടെ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു വന്നത്. ഒരുപാട് ആശങ്കകളും ആകുലതകളും വ്യാകുലതകളും ഒക്കെ ഉണ്ട്. കാരണം ഇപ്പോഴത്തെ LP-UPയുടെ നിയമനം വളരെയധികം വൈകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം സാറേ ഇത്രയധികം നിയമനങ്ങൾ വൈകുന്നത്? അതെ, 2025 നമ്മുടെ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം ഒരുപാട് നിയമനങ്ങൾ നടക്കുമെന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2028 ആകുമ്പോൾ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയും ചെയ്യും. ഏകദേശം 2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 12 മാസത്തിനോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ പറയത്തക്ക രീതിയിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലതാനും. ഇവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡിവിഷൻ ഫോളോ തന്നെയാണ്. നമ്മൾ കൂടുതൽ ആദർശങ്ങൾ പറയുമ്പോൾ പോലും കുട്ടികളെ നമ്മൾ സർക്കാർ സ്കൂളുകളിൽ പലപ്പോഴും വിടാറില്ല. അതൊക്കെ മാറ്റം വരുത്തേണ്ട ഒരു ചിന്താഗതിയാണ്. അത് തന്നെയാണ്. അപ്പൊ ഡിവിഷൻ ഫോൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ അധ്യാപകർ ആവശ്യം വരുന്നില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ പ്രതിനിധി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 1:30 എന്നുള്ളത് 1:25 ആയിട്ട് കുറയ്ക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ 25 കുട്ടികൾക്ക് ഒരു അധ്യാപകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. സർക്കാർ തലത്തിൽ അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഉടനെ ഒരു നയപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഡിവിഷൻ ഫോൾ തന്നെയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2016 നമുക്ക് ഡിസബിലിറ്റി ആക്ട് നിലവിൽ വരുന്നത്. ആ ആക്ടിലെ 3% സംവരണം എന്നുള്ളത് 4% സംവരണമായിട്ട് ഉയർത്തി. അതായത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്കാർക്ക് 1% കൂടെ കൂട്ടി. അപ്പൊ ഒരു വേക്കൻസി അവർക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇപ്പൊ 2016 ഇങ്ങനെ ഒരു നിയമം വന്നതിന് ശേഷം അതിനുശേഷം 2 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. പക്ഷേ ഈ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കോമ്പൻസേഷൻ അവിടെ നടന്നിട്ടില്ല. അപ്പൊ ആ 2 റാങ്ക് ലിസ്റ്റിൽ അവർക്ക് കൊടുക്കേണ്ട ആ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കോമ്പൻസേഷൻ നമ്മൾ ഈ 2025 റാങ്ക് ലിസ്റ്റിലേക്ക് അത് മാറ്റിവെച്ചു. അപ്പൊ 2025 ആദ്യമായിട്ട് അഡ്വൈസ് എഴുതി മാറേണ്ടത് അവർക്ക്. അപ്പൊ ആദ്യം വന്ന ഫ്രഷ് വേക്കൻസികളൊക്കെ അവർക്കായിട്ട് എഴുതി മാറി. അതാണ് ടെക്നിക്കലായിട്ട് പറയുവാണെങ്കിൽ ഇതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഈ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്കാർ ഇല്ലെങ്കിൽ ഇത് ഓപ്പണിലേക്ക് പോകുമോ എന്നുള്ളതല്ലേ? ഇല്ല, അങ്ങനെ പോകത്തില്ല. ഈ റാങ്ക് ലിസ്റ്റിലെ അത് പോകത്തില്ല. ഈ റാങ്ക് ലിസ്റ്റിലെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്കാർ ഇല്ല, പക്ഷെ എങ്കിലും ആ വേക്കൻസികൾ എഴുതി മാറ്റി വെച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് എപ്പോ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സാറേ, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് ആളുകൾ വന്നിട്ടില്ലെങ്കിൽ അത് പുതുതായിട്ട് നമ്മുടെ സാധാരണ ലിസ്റ്റിലുള്ള ജനറലിലേക്ക് അത് മാറ്റേണ്ടതാണ്. പക്ഷെ PSC അങ്ങനെ നിയമമില്ല. ഈ റാങ്ക് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് കൂടി നോക്കും. അതിലും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് വേക്കൻസി ആയിട്ട് മാറും. അപ്പൊ അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2028 വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റാണ്, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ. അപ്പൊ അവിടെയും ആളില്ലെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഫ്രഷ് വേക്കൻസി ആയിട്ട് മാറും. സ്വാഭാവികമായിട്ടും കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് 2028 മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പൊ അത് ഇല്ലെങ്കിൽ ഫ്രഷ് വേക്കൻസി ആയിട്ട് മാറും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ഇതൊരു കാരണം കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത്, ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ സാധാരണ ഒരു 8 മാസം 9 മാസത്തെ കാലാവധി വരാറുണ്ട്. അധ്യാപക യോഗ്യതയുള്ള അധ്യാപക പരീക്ഷകളൊക്കെ LP-UP ഒക്കെ ആണെങ്കിൽ സാധാരണ 1 വർഷം വരെ പോകാറുണ്ട്. പക്ഷെ ഇത്തവണ നിർഭാഗ്യവശാലെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അപ്പൊ നമുക്ക് ആ ഗ്യാപ്പിൽ കിട്ടേണ്ട ആ ഒരു ഒഴിവുകളുണ്ടല്ലോ, സാധാരണ ആ ഒരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കിട്ടേണ്ട ആ ഒരു ഒഴിവുകൾ, റിട്ടയർമെന്റ് ഒഴിവുകളൊന്നും നമുക്ക് ഇവിടെ കോമ്പൻസേഷൻ നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ മന്ദഗതിയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, അത്രയും കഷ്ടപ്പെട്ട ഒരു PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ഇനി വരാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ടീച്ചർ ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ഇനി ലിസ്റ്റിലേക്ക് കയറാൻ എന്താ ഒരു മാർഗം, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് കയറാൻ വേണ്ടി എന്താ മാർഗം? അതെ, ചില റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടിയെന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഇതാണ് ഈ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ. ഇതാണ് മെയിൻ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ. ഇത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നിലവിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന് ഒരുപാട് പ്രഷറുണ്ട്. ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവുകൾ കണ്ടെത്തുക, റാങ്ക് ഹോൾഡേഴ്സ് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഒഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പ്രതീക്ഷയോട് കാത്തിരിക്കാം. അതെ, ഉറപ്പായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ LP-UP ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന PSCയുടെ ഒരു പോസ്റ്റ് LP-UP. ഈ 1:25 ആക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് നിയമനങ്ങൾ കിട്ടും. അങ്ങനെ ഒരു ഉറപ്പ്
രാജ്യസഭ MP A റഹീം അങ്ങനെ കൊടുത്തതിന്റെ ഉറപ്പിന്മേലാണ് നമ്മൾ ഏറ്റവും അവസാനം LP സ്കൂൾ ടീച്ചർ റാങ്ക് ഹോൾഡേഴ്സ് അവർ സെക്രട്ടറിന്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരുന്ന സമരം അവസാനിപ്പിച്ചത്. ഇങ്ങനെ ഒരു പ്രതീക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രത്തോളം പാലിക്കപ്പെടും എന്നുള്ള കാര്യം ചോദ്യചിഹ്നമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. കാരണം ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഇതിനു മുന്നേയും PSC ഒരുപാട് നിയമനങ്ങൾ വൈകിയെങ്കിൽ പോലും ഈ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നിയമനം കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പൂർണ്ണമായിട്ടൊരു ലിസ്റ്റ് അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇപ്പൊ പരീക്ഷ എഴുതി നിരാശയിലൊന്നും ആരും ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം അല്ലെ. അതേ സമയത്ത് സാറേ, അതുപോലെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഈ ഒരു ലിസ്റ്റ് മന്ദഗതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ പൊതുവെ പറയപ്പെടുന്നുണ്ട് 2026 അവസാനം PSCയുടെ LPUP നോട്ടിഫിക്കേഷൻ വരുന്നു എന്നും 2027 ജൂണിൽ എക്സാം നടക്കുന്നു എന്നാ പറയുന്നത്. ശരിക്കും അപ്പൊ ഈ ഒരു ലിസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി 2026 നോട്ടിഫിക്കേഷൻ വന്ന് വീണ്ടും 2027 ജൂണിൽ തന്നെ എക്സാം നടക്കുമോ? അത് സാധാരണഗതിയിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമാണ്. അതിൽ ഒരു ദിവസം പോലും കൂട്ടി കൊടുക്കത്തില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണം. ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മാസം എക്സ്റ്റൻഷൻ കിട്ടും. പക്ഷെ 2025 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2028 ആകുമ്പോൾ അവസാനിക്കും. അപ്പൊ 2028 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അപ്പൊ 2028 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ 2026 നോട്ടിഫിക്കേഷൻ വരണം. കാരണം ആ വർഷത്തിൽ ഏജ് ഓവർ ആയി പോകുന്ന ആൾക്കാർക്ക് പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ 2027 പകുതിയോട് പരീക്ഷ നടന്ന് ഇന്റർവ്യൂ നടന്ന് 2028 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അപ്പൊ ഉറപ്പായിട്ടും 2026 അവസാന നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും. 2027 ജൂണിൽ എക്സാമും നടക്കും. സ്വാഭാവികം നടക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇനി അങ്ങോട്ട് ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ ഇനി വരുമ്പോഴേക്കും നിയമനം അപ്പൊ കുറച്ചുകൂടി വേഗത്തിലാവാനുള്ള സാധ്യതയില്ലേ? അതിനുള്ള സാധ്യത, കാരണം പുതിയ അധ്യയന വർഷം തുടങ്ങുവാണ്. അതെ, പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടയർമെന്റ് ഒഴിവുകളൊക്കെ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. ആ പ്രതീക്ഷയോട് കാത്തിരിക്കുക എന്നുള്ളതാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ. അത്രമാത്രം പറയാം. അതെ, അപ്പൊ നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് കാത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ സാർ, ഇപ്പൊ നമ്മൾ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് PSCയുടെ പ്രായപരിധി കൂട്ടിയല്ലോ. അപ്പോ ഇനി വരാൻ പോകുന്ന LPUP എക്സാമിന് കുറച്ചുകൂടി എന്തായാലും അപേക്ഷകർ കൂടും. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പറ്റീഷനും കൂടി കുറച്ചുകൂടി കൂടേണ്ടതല്ലേ? കൂടുവോ? എന്താ ചോദ്യം അല്ലേ? തീർച്ചയായിട്ടും നമ്മള് പ്രായപരിധിയിലെ ഒരു വർധനവ് വരുത്തിയത് അധ്യാപക യോഗ്യതകൾക്ക് കൂടി അത് കണക്കിലെടുത്തു എന്ന് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ 44 വയസ്സാവുകയാണ്. അതായത് LPUP തസ്തികയിലേക്ക് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള പ്രായപരിധി 44 ഉയരുകയാണ്. അപ്പൊ ചെറിയ മാർക്കിനൊക്കെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ പുറത്തായ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് കൂടി ഗോതയിലേക്ക് വരികയാണ്. അപ്പോ ചെറിയ മാർക്കിന് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിച്ചു വന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു ബേസ് അറിവുകളൊക്കെ ഉണ്ട്. അപ്പൊ അവര് കൂടി ഗോതയിലേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ഉയരുമെന്നുള്ള കാര്യത്തില് തർക്കമൊന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ LPUP ഇനി പഠിച്ചിട്ട് എന്താ കാര്യം, നിയമനം ഒന്നും നടക്കുന്നില്ല, ഇനിയിപ്പോ ഈ നിയമനത്തിന് ഇതിൽ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം നിന്നിട്ട് ജോലിയില്ല, അങ്ങനെയെങ്കിൽ ഇനി എന്തിനാണ് 2028 വേണ്ടിയിട്ട് പഠിക്കുന്നത്, എന്തിനാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നിരാശയിലാണ്. അപ്പൊ സാറിന് അവരോട് എന്താ പറയാനുള്ളത്? 2028 റാങ്ക് ലിസ്റ്റിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നുള്ള കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ 2028 വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കോമ്പൻസേഷൻ നമുക്ക് ഫ്രഷ് വേക്കൻസി ആയിട്ട് മാറും. ഒരുപാട് പ്രതീക്ഷയാണ് അതൊന്ന്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ എന്തായാലും 1:25 എന്ന് പറഞ്ഞ റേഷ്യോയിലേക്ക് പുനർവിന്യാസം നടത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നിയമനങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷയോട് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് എന്ത് പറയാനുള്ളൂ. നല്ല മാർക്ക് വാങ്ങിക്കുക, അപ്പൊ സാറ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് 2028 എന്തായാലും നമുക്ക് അത്യാവശ്യം ഒഴിവുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഇപ്പോ ഒരു ലിസ്റ്റിലുള്ള ആൾക്കാര് തീർച്ചയായും നിരാശയോടുകൂടി ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. കാരണം നിയമനം എന്തായാലും നടക്കും അല്ലെ, നിയമനം നടക്കും. ആ പ്രതീക്ഷയിൽ തന്നെ നിൽക്കാം. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് അടുത്ത LPUPക്ക് വേണ്ടിയുള്ള പഠനം കൂടി നിങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. നമുക്ക് എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. എന്ത് വന്നാലും 2026 അവസാനം തന്നെ നോട്ടിഫിക്കേഷൻ വരികയും ജൂണിൽ എന്തായാലും എക്സാം നടക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ നിരാശപ്പെട്ട് പഠിക്കാതിരിക്കരുത്. ഇനിയും നന്നായിട്ട് മുന്നോട്ട് പഠിക്കണം അല്ലേ സാറേ? സാറിന് എന്താ പറയാനുള്ളത്? അപ്പോൾ 2026 നമ്മൾ തുടങ്ങുന്ന ഈ ഒരു മിഷൻ 2028 വരെ നീണ്ടു നിൽക്കുന്നു. അപ്പൊ 2026 അവസാനത്തോട് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്
നെഗറ്റീവ് ചിന്തിക്കാതെ ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ചിന്തിക്കാനാണെങ്കിൽ 1000 നെഗറ്റീവുകൾ നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ കൊണ്ടുവരിക. സ്വാഭാവികമായിട്ടും നിയമനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക തന്നെ ചെയ്യും. അത്രയേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ സാറേ ഒരു കാര്യം കൂടി ഞാൻ അവിടെ ചോദിക്കാണേ. ഇപ്പൊ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിച്ച മറ്റൊരു ആശയമാണ് ഈ വർഷത്തിൽ എല്ലാ വർഷം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് മാറിക്കൊണ്ടിരിക്കുക. ഈ മാറ്റം വരുന്ന സമയത്ത് ഏത് ടെക്സ്റ്റാ പഠിക്കേണ്ടത്? ഇപ്പൊ 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നെക്സ്റ്റ് വർഷം ആകുമ്പോഴേക്കും ആ ടെക്സ്റ്റ് ബുക്ക് മാറുക. അപ്പൊ ഇത് ഏത് ടെക്സ്റ്റാ പഠിക്കേണ്ടത്, ഏത് പുസ്തകം റെഫർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ടുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതെ, ഇപ്പം പുതുതായിട്ട് പാഠപുസ്തകങ്ങൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും SCERT പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ കുറച്ചും കൂടെ ആധികാരികമായിട്ട് അത് കീറി മുറിച്ച് സംസാരിക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് SCERT ടെക്സ്റ്റ് ബുക്കിലെ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ LP-UP പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ കുറിച്ചും ഏത് ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് പുസ്തകമാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇതിന്റെ പാറ്റേണുകളുടെ മാറ്റം എന്താണ്, ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി മറ്റൊരു വെബിനാറുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ചെറുതായിട്ട് പലരും പറഞ്ഞു വെച്ചേക്കുന്ന ഒരാശങ്കയായിരുന്നു, എന്തിനു പഠിക്കുന്നു, ഇത് നിയമനം നടക്കുന്നില്ലല്ലോ, നിയമനം നടക്കുവോ ഇല്ലയോ, ഇതിനുള്ള ഒരു ഉത്തരമായിട്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2026 എന്ന് പറയുന്ന വർഷം പ്രതീക്ഷ കൂടിയാണ്, ആശങ്കകൾ മാത്രമല്ല പ്രതീക്ഷ കൂടിയാണ്, പറച്ചിൽ കൂടിയാണ്. അതെ, നമ്മളെ നിരാശ മാത്രമല്ല, ഇനി പ്രതീക്ഷയുടെ കാലം കൂടിയാണ് നമുക്ക് മുന്നിൽ കാണാം. നല്ല ചിന്തയോട് കൂടി പഠിക്കാം, മുന്നോട്ട് പോവാം. അതേസമയത്ത് ഒരു കാര്യം കൂടി പറയാണ്, ഇനിയിപ്പോ PSC പരീക്ഷകളുടെ ഒരു കാലമാണ് അല്ലെ. LP-UPയുടെ ബാച്ചുകൾ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ തന്നെയാണ് 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ കിട്ടിയത് CC തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ കോഴ്സുകൾക്കും ഇവിടെ ഓഫറോട് കൂടി തന്നെ ഇപ്പൊ ഒരു ബിഗ് ഡേ ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡിഗ്രി പ്രിലിംസിനൊക്കെ ബാച്ചുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇതിന്റെ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ട്. അതിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ അതിനുള്ള ഉത്തരം കൂടി തരാം. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? പ്രത്യേകിച്ച് പറയാനില്ല. നന്നായിട്ട് പഠിക്കുക, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി മുമ്പോട്ട് പോവുക. ഒരുപാട് പരാജയങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും അവസാനം വിജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയോട് മുമ്പോട്ട് പോവുക എന്നുള്ള ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ പ്രതീക്ഷയോടുകൂടി ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.